إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മകാനത്തുൽ ഇഹ്തിറാമി ഫിൽ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാമിൽ അങ്ങേയറ്റം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ള കാര്യമാണ് മറ്റുള്ളവരോട് നാം കാണിക്കേണ്ടതായ ആദരവും ബഹുമാനവും എന്ന് പറയുന്നത്. ലൈസൽ മുഅ്മിനു ബില്ലആനി വലാ ബിസ്സബ്ബാബ്, ഒരു മുഅ്മിൻ പരസ്പരം അന്യോന്യം നാവുകൊണ്ട് ദുർവാക്കുകൾ പറയുന്നവനോ ചീത്ത വിളിക്കുന്നവനോ ആയിരിക്കുകയില്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് നൽകിയതായ ഉപദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, നീ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും നീ പടച്ച റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. വഅത്ബിഇസ് സയ്യിഅതൽ ഹസനത തംഹുഹാ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ, ഒരു വീഴ്ച സംഭവിച്ചു പോയാൽ, ഒരു നന്മ ചെയ്തുകൊണ്ട് നീ അതിന് പ്രായശ്ചിത്തം ചെയ്യണം. എങ്കിൽ ആ തെറ്റ് പൊറുക്കപ്പെടാൻ ആ നന്മ കാരണമായി തീരും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാലിഖിൻ നാസ് ബിഖുലുഖിൻ ഹസൻ, ആളുകളോട് നീ ഏറ്റവും നല്ല സ്വഭാവത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ നീ പെരുമാറുകയും ചെയ്യണമെന്ന്. വഖൂലു ലിന്നാസി ഹുസ്ന, യഖൂലു അല്ലാഹു അസ്സ വജൽ വഖൂലു ലിന്നാസി ഹുസ്ന. പടച്ചറബ്ബ് സത്യവിശ്വാസികളെ വിശുദ്ധ ഖുർആനിൽ ഉണർത്തുന്നതായ കാര്യമാണ്, ആളുകളോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ മാത്രമേ സംസാരിക്കാവൂ. وقال الله عز وجل قال الله سبحانه وتعالى وقل لعبادي يقولوا التي هي أحسن إن الشيطان ينزغ بينهم إن الشيطان كان للإنسان عدوا مبينا
വഖുൽ ലിഇബാദി, എൻ്റെ ദാസന്മാരോട്, എൻ്റെ അടിമകളോട് അല്ലാഹുവിൻ്റെ റസൂലേ പറഞ്ഞു കൊടുക്കണം. യഖൂലു ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല വാക്കുകൾ മാത്രമേ നിങ്ങൾ പറയാവൂ. നല്ല സംഭാഷണങ്ങളും നല്ല സംസാരങ്ങളും മാത്രമേ നിങ്ങളുടെ നാവിലൂടെ ഉണ്ടാകാൻ പാടുള്ളൂ. ഓരോരുത്തരും സംസാരിക്കുന്ന വേളയിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. കാരണം ഇന്ന ശൈത്താന യൻസഖു ബൈനഹും, പരസ്പരം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നതായ വാക്കുകളിൽ പിശാച് അവർക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്നതും അന്യോന്യം ശത്രുതയുണ്ടാകാൻ അത് കാരണമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് വാക്കുകളെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന, തീർച്ചയായും പിശാച് മനുഷ്യൻ അങ്ങേയറ്റം വലിയ ശത്രുവാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ബഹുമാനമുള്ള, ആദരവുള്ള നല്ല വാക്കുകൾ മാത്രമേ മുഅ്മിനായ മനുഷ്യന്റെ നാവിലൂടെ വരാൻ പാടുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുകയാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന മിൻ ഖിയാരിക്കും അഹാസിനുക്കും അഖ്ലാഖ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഉത്തമനായ മനുഷ്യനാരാണ്? മുഅ്മിനീങ്ങളുടെ ഇടയിൽ വെച്ച് ഏറ്റവും അല്ലാഹുവിന്റെ പക്കലേക്ക്, പടച്ച റബ്ബിന്റെ പക്കലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായ, ഏറ്റവും ഉത്തമനായ വ്യക്തി ആരാണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയുടെ അടയാളമായി പഠിപ്പിച്ചത് അഹാസിനുക്കും അഖ്ലാഖൻ, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാരാണോ അവനാണ് ഏറ്റവും ഉത്തമൻ എന്നാണ്. നല്ല സ്വഭാവമുള്ള മനുഷ്യനാണ് ആളുകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ സാധിക്കുക. തന്റെ സ്വഭാവത്തിലും തന്റെ ഇടപാടുകളിലും അതുപോലെ തന്നെ തന്റെ ആളുകളുമായിട്ടുള്ള പെരുമാറ്റത്തിലും ഏറ്റവും നല്ല പെരുമാറ്റം കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കണം ഒരു മുഅ്മിൻ എന്ന നിർബന്ധം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് നാശം എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, വൈലുൻ നാശം, ലികുല്ലി ഹുമസത്തിൽ ലുമസ, എല്ലാ ഹുമസകൾക്കും ലുമസകൾക്കും നാശം. എന്താണ് ഹുമസ എന്ന് പറഞ്ഞാൽ? അൽ ഹുമസതു ഹുവൽ ഇസാഅതു ബിൽ ഫിഅൽ. ഹുമസ എന്ന് പറയുന്നത് തന്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, ചെറിയ സൂറത്താണ്, അധികം ആളുകളും പഠിച്ചിട്ടുള്ള സൂറത്താണ്. നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന ആ സൂറത്തിന്റെ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ എന്നതിന്റെ അർത്ഥം എന്താണ്? ഹുമസ എന്ന് പറയുന്നത് അൽ ഇസാഅതു ബിൽ ഫിഅൽ, തന്റെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാളെ ഉപദ്രവിക്കുക എന്നതാണ്. ഔ ബിൽ ഇശാറതി ബിൽ ഐൻ, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് മറ്റൊരാളെ നോക്കിക്കൊണ്ട് ആംഗ്യം കാണിക്കുക. വിശുദ്ധ ഖുർആനിൽ നാശം എന്ന് പറയപ്പെട്ട ഒരാളുടെ കാരണമായി നിശ്ചയിച്ചിട്ടുള്ളത് എന്താ? കണ്ണുകൊണ്ട് മറ്റുള്ളവനെ നോക്കി അനാവശ്യമായ ഒരു ആംഗ്യം കണ്ണുകൊണ്ട് കാണിക്കാൻ, മറ്റൊരാളെ താഴ്ത്തി കാണിക്കുക. അതാണ് ഹുമസ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വല്ലുമസതു അൽ ഇസാഅതു ബിൽ ലിസാൻ, എന്നാൽ ലുമസ എന്ന് പറയുന്നത് തന്റെ നാവ് കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, അതദ്റൂന മനിൽ മുഫ്ലിസ്, പാപ്പരായവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ ദീനാർ, തന്റെ കയ്യിൽ സ്വർണ്ണ നാണയവും വെള്ളി നാണയവും ഒന്നും എടുക്കാനില്ലാത്ത, എന്നാൽ കേവലം ഇരുമ്പിന്റെയോ മറ്റോ നാണയത്തുട്ടുകൾ മാത്രം ബാക്കിയുള്ള അവനെയാണ് ഞങ്ങൾ പാപ്പരായവൻ എന്ന് വിളിക്കാറുള്ളത്. സ്വർണ്ണ നാണയവും ഇല്ല, വെള്ളി നാണയവും ഇല്ല. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, എന്നാൽ അൽ മുഫ്ലിസു ഫീനാ മൻ യഅതി ബിസലാത്തിൻ വസകാത്തിൻ വസിയാമിൻ, എന്നാൽ മുഫ്ലിസ് എന്ന് പറയുന്ന മനുഷ്യൻ പരലോകത്ത് അവൻ വരുമ്പോ നമസ്കാരക്കാരനാണ്,
നോമ്പെടുക്കുന്നവനാണ്, അതുപോലെ തന്നെ സക്കാത്ത് കൊടുത്തവനാണ്. എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒന്നും പ്രതിഫലം അവനെ കാത്തു നിൽക്കുകയില്ല. ويأتي وقد قذف هذا وسفك دم هذا وأكل مال هذا فيعطى هذا من حسناته وهذا من حسناته فإن فنيت حسناته أخذ من خطاياهم ثم طرح عليه وطرح في النار. അവന്റെ നന്മകളിൽ നിന്ന് ആരെക്കുറിച്ചൊക്കെയാണോ അവൻ മോശമായി പറഞ്ഞിട്ടുള്ളത്, ആരുടെ രക്തം ചിന്തുവാനാണോ അവൻ കാരണക്കാരനായിട്ടുള്ളത്, ആരുടെ ധനമാണോ അവൻ അപഹരിച്ചിട്ടുള്ളത്, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹസനാത്തുകളിൽ നിന്ന് കൊടുക്കും. ഹസനാത്തുകൾ കഴിഞ്ഞാൽ അവരുടെ സയ്യിആത്തുകളിൽ നിന്ന് ഇവന്റെ മേൽ നൽകപ്പെടുകയും ഫതുരിഹ അലൈഹി സുമ്മ തുരിഹ ഫിന്നാർ, ആ സയ്യിആത്തുകൾ അവന്റെ മേൽ ഏൽപ്പിക്കപ്പെടുകയും അങ്ങനെ അവൻ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യും. അവനാണ് പാപ്പരായവൻ. നിസ്കരിക്കാത്തത് കൊണ്ടല്ല, സക്കാത്ത് കൊടുക്കാത്തത് കൊണ്ടല്ല, നോമ്പ് നോൽക്കാത്തത് കൊണ്ടല്ല, മറിച്ച് എല്ലാം ചെയ്തുകൊണ്ട് വന്നിട്ടും നാവിനെ സൂക്ഷിക്കാതെ, തന്റെ പ്രവൃത്തിയെ സൂക്ഷിക്കാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ചതിന്റെ പേരിൽ, മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടിടത്ത് അതിനു പകരം അവരെ നിന്ദിച്ചതിന്റെ പേരിൽ അവന്റെ ഹസനാത്തുകൾ നഷ്ടപ്പെടുന്ന മനുഷ്യനാണ് മുഫ്ലിസ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد، أيها الإخوة، أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ നരകാഗ്നിയിൽ പോകുന്നത് അക്സറു മാ യുദ്ഖിലു അഹ്ലുൻ നാരി നാർ അൽ-ലിസാനു വൽ ഫർജ്. ഒരു മനുഷ്യന്റെ നാവും അവന്റെ ഗുഹ്യാവയവുമാണ് ഏറ്റവും കൂടുതൽ നരകാഗ്നിയിലേക്ക് പോകാൻ ഒരു മനുഷ്യന് കാരണമായി തീരുന്നത്. എന്നാൽ വഅക്സറു മാ യുദ്ഖിലു അഹ്ലുൽ ജന്നത്തിൽ ജന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിന്റെ അവകാശികളായി മാറാൻ കാരണമായി തീരുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുലുഖ്, പടച്ചവനെ പേടിയുള്ളവനായി, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുന്നവനായി, തഖ്വയുള്ളവനായി ജീവിക്കുന്നതും അവന്റെ സൽസ്വഭാവവുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവം നമ്മൾ പരിശ്രമിച്ച് നന്നാക്കേണ്ട ഒരു കാര്യമാണ്. സ്വയം നിയന്ത്രിക്കുകയും പടച്ചറബിന്റെ പ്രീതി ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ക്ഷമയോടുകൂടി ഓരോരുത്തരും തങ്ങളുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആദരവും ബഹുമാനവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന, മറ്റുള്ളവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. اللهم وفق ولاة أمورنا لما تحب وترضى، وخذ بناصيتهم للبر والتقوى، وارزقهم بطانة صالحة، واحفظهم بحفظك يا رحمن. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.